ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 38ാമത്തെ ശ്ലോകം നോക്കാം. സവേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. സവേദധാതു. അപ്പോൾ നമ്മൾ ഇത്രയും നേരവും ഭഗവാൻ എന്തിനായി ഈ സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒടുവിലത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാന്റെ ഈ ലീലകളെ അജ്ഞരായിട്ടുള്ള മൂഢധീയായിട്ടുള്ളവർക്ക്, യുക്തിചിന്തകൾ കൊണ്ട് മാത്രം ഭഗവാനെ അറിയുവാൻ ശ്രമിക്കുന്നവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നു, എന്നാൽ അറിയാൻ കഴിയുന്നവരുണ്ട്. അതാരാണ് എന്നാണ് പറയുന്നത്. സവേദധാതുഹോ. സഹ എന്ന് പറഞ്ഞാൽ അവൻ. ആര്? വേദധാതുഹോ. വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നു, അവൻ അറിയുന്നു. ധാതുഹു സൃഷ്ടികർത്താവിനെ, സൃഷ്ടാവായിട്ടുള്ള ആ ഭഗവാനെ അവൻ അറിയുന്നു. പദവീം പരസ്യ. പദവീം മാർഗത്തെ, ഭഗവാന്റെ ആ മാർഗത്തെ, ഭഗവാന്റെ ആ ലീലകളെയൊക്കെ അവൻ അറിയുന്നു. പരസ്യ എന്ന് പറഞ്ഞാൽ മായയിൽ നിന്നും അകന്നവനായിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർ ഭഗവാന്റെ ഈ മാർഗങ്ങളെയൊക്കെ അറിയുന്നു, ഈ ലീലകളെയൊക്കെ അറിയുന്നു. ഇവിടെ മായയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ വേണ്ട വിധത്തിൽ നമുക്ക് അറിയുവാൻ കഴിയാതെ പോകുന്നത്. ഇവിടെ പറയുകയാണ്, മായയിൽ പെടാത്തവർക്ക്, മായയിൽ നിന്നും അകന്നു കഴിയുന്നവർക്ക് ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ മാർഗത്തെ നന്നായി അറിയുവാൻ കഴിയുന്നു. അവർ അറിയുന്നു ഭഗവാനെ, അവിടുത്തെ. ദുരന്തവീര്യസ്യ. ദുരന്തവീര്യസ്യ. ദുരന്ത എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തതായിട്ടുള്ള, എന്തിന്? വീര്യസ്യ, വീര്യത്തിന്, ശക്തിക്ക്. അതായത് അനന്തമായ ശക്തിയുള്ളവനായിട്ടുള്ള ഭഗവാനെ. അപ്പോൾ അവിടുന്ന് സൃഷ്ടികർത്താവാണ്, അനന്തമായ ശക്തിയുള്ളവനാണ്. പിന്നെയോ രഥാംഗപാണേ. രഥാംഗം എന്ന് പറഞ്ഞാൽ രഥത്തിൻ്റെ അംഗം, ചക്രം. ചക്രത്തെ പാണേ, പാണിയിൽ, കൈകളിൽ ധരിച്ചവനെ. അപ്പോൾ ചക്രപാണിയായിട്ടുള്ള, ചക്രം കൈകളിൽ ഏന്തിയിട്ടുള്ളവനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ അറിയുന്നു, അവിടുത്തെ മാർഗത്തെ അറിയുന്നു. ആര്? യോ മായയ. യഹ അമായയ. ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ വരുന്നത്. യഹ എന്ന് പറഞ്ഞാൽ യാതൊരുത്തൻ. ഇനി അത് ആരാണ് ഭഗവാന്റെ മാർഗത്തെ അറിയുന്നത്? യാതൊരുത്തനാണോ? അമായയ. മായയില്ലാതെ, കപടമായ ഒരു ഭാവമില്ലാതെ, സന്തതയാനുവൃത്യ. സന്തതയ, അനുവൃത്യ, രണ്ട് വാക്കുകളാണ് അവിടെ വരുന്നത്. സന്തതയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതടവില്ലാതെ, അനുവൃത്യ അനുവർത്തനം കൊണ്ട്, ഭഗവാനെ സദാ സേവ ചെയ്യുവാനുള്ള ഒരു ഭാവത്തോടു കൂടി. ഭജേത തത്പാദസരോജഗന്ധം. ഭജേത ഭജിക്കുന്നു. എന്ത്? തത്പാദസരോജഗന്ധം. അവിടുത്തെ ഭഗവാനെ, അവിടുത്തെ ആ പാദപത്മത്തിൻ്റെ ഗന്ധത്തെ. ആരാണോ യാതൊരു കപടഭാവവും കൂടാതെ
സദാ, അതാണ് പറഞ്ഞ ഇടതടവില്ലാതെ, സന്തതയ, അങ്ങനെ ഇടതടവില്ലാതെ എപ്പോഴും തുടർച്ചയായി അവിടുത്തെ ആ പാദപത്മങ്ങളിൽ നിന്നുള്ള ഗന്ധത്തെ, അതിനെ ഭജിക്കുന്നുവോ, സേവ ചെയ്യുന്നുവോ, അവര് അറിയുന്നു ഭഗവാനെ. മായയിൽ നിന്നകന്നവനും അതേപോലെ സൃഷ്ടികർത്താവും അനന്തമായ വീര്യത്തോടു കൂടിയവനുമായ, ശക്തിയോടു കൂടിയവനുമായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ മാർഗത്തെ അങ്ങനെയുള്ളവരറിയുന്നു. ഇവിടെ ഭഗവാൻ മായയിൽ നിന്ന് അകന്നവനാണ്. മായയ്ക്കു പോലും സമീപിക്കുവാൻ, അടുക്കുവാൻ കഴിയാത്തത്ര അനന്തമായ വീര്യത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ആ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്കും അതുകൊണ്ട് തന്നെ മായയിൽ നിന്നും അകന്നു നിൽക്കുവാൻ കഴിയുന്നു. അല്ലെങ്കിൽ ആ പാദങ്ങളെ ആശ്രയിക്കുന്നവരെ മായയ്ക്ക് സ്പർശിക്കുവാൻ കഴിയുന്നില്ല. ഒരു മുക്കുവൻ തൻ്റെ ചുറ്റിനുമുള്ള മത്സ്യങ്ങളെ തൻ്റെ വലയിൽ കുരുക്കുവാൻ തൻ്റെ ചുറ്റോട് ചുറ്റ് കറക്കി വലയെറിയുമ്പോഴും അവൻ ഒരിക്കലും തൻ്റെ പാദങ്ങളിലേക്ക് വലയെ എറിയാറില്ല. അഥവാ ആ മത്സ്യങ്ങളൊക്കെയും ആ മുക്കുവൻ്റെ 4 വശത്തും ഉള്ള മത്സ്യങ്ങൾ ആ വലയിൽ കുരുങ്ങുമ്പോഴും ആ മുക്കുവൻ്റെ പാദങ്ങളിൽ വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ പാദങ്ങൾക്ക് താഴെ കിടക്കുന്ന മത്സ്യങ്ങൾ ഒരിക്കലും ആ വലയിൽ കുരുങ്ങാത്തതുപോലെ ഭഗവാന്റെ മായയ്ക്ക് അടുക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തരെയും ഒരിക്കലും മായ സമീപിക്കുന്നില്ല, മായയ്ക്ക് ബന്ധിക്കുവാൻ കഴിയുന്നില്ല. ആ മായയാകുന്ന വല വീശുന്നതാകട്ടെ അതിൻ്റെ 4 പാടുമുള്ളവരെയും ചിലപ്പോൾ അതിൽ കുരുക്കിയെന്ന് വരാം. എന്നാൽ ആ ചുവട്ടിൽ, ഭഗവാന്റെ പാദങ്ങളുടെ ചുവട്ടിൽ ആശ്രയം തേടിയ, അഭയം തേടിയ ഭക്തരെ മായയ്ക്ക് ഒന്ന് സ്പർശിക്കുവാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അമായയ, യാതൊരു തരത്തിലുള്ള മായയും മേശാത്തവരെ, കാപട്യം അല്പം പോലും ഇല്ലാതെ സദാ ഭഗവാന്റെ ആ പാദസരോജങ്ങളിൽ നിന്നുള്ള ഗന്ധത്തെ ഭജിക്കുന്നവർക്ക്, അനുവർത്തനം ചെയ്യുന്നവർക്ക് ഭഗവാനെ സൃഷ്ടികർത്താവും വീര്യത്തിന് ഒരു അന്തമില്ലാതെ വിളങ്ങുന്നതായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ മാർഗത്തെ, ചക്രപാണിയായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ മാർഗത്തെ അങ്ങനെയുള്ളവർ നന്നായി അറിയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സവേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തത്പാദസരോജഗന്ധം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ധാതു അവിടെ, അതുപോലെ രഥാംഗപാണേ, അവിടെ രഥാംഗപാണേ എന്നെടുക്കുമ്പോൾ ഏകാരം നീട്ടിയെടുക്കുകയും വേണം. ഇവിടെ രണ്ടിടത്തും വിസർഗമുള്ളത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ യോമായയ, അവിടെ വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ സന്തതയാനുവൃത്യ, അവിടെയും അകാരം നീട്ടിയെടുക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 39ാമത്തെ ശ്ലോകമാണ്. അഥേഹ ധന്യ ഭഗവന്തൈത്ഥം യദ്വാസുദേവേഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയഃ പരിവർത്ത ഉഗ്രഃ. ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ, എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ അറിയുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയ ഭഗവാന്റെ മാർഗത്തെ നന്നായി അറിയുന്നവരായ ശ്രീശുക മഹർഷികളെ ഇവിടെ ഭാഗവത കഥ പറയുന്ന സൂതൻ അഭിനന്ദിക്കുന്ന ഒരു ശ്ലോകമാണ് 39ാമത്തേത്. ഇവിടെ പറയുകയാണ് അഥേഹ ധന്യ. അഥ ഇഹ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് അഥേഹ. അഥ അതുകൊണ്ട്, ഇഹ ഇവിടെയുള്ള
ധന്യ, ധന്യാത്മാക്കളായിട്ടുള്ള, ധന്യന്മാരാകുന്നു അല്ലയോ നിങ്ങൾ. ഭഗവന്ത ഇത്തം, ഭഗവന്ത എന്ന് പറഞ്ഞാൽ ഭഗവാന്മാരായ, ഭഗവാൻ തന്നെയാണ്. നമ്മൾ മുൻപ് അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ അഗ്നിയിലേക്ക് ചെന്ന് ചേരുന്നതൊക്കെയും അഗ്നി അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നിയും വസ്തുവും രണ്ടല്ല. അഗ്നിയുടെ ശോഭ ആ വസ്തുവിലൂടെ ശോഭിക്കുന്നത് പോലെ ഭഗവാനെ നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ ശ്രീശുകാദി മഹർഷിമാരെ, നിങ്ങൾ ധന്യന്മാരാകുന്നു, ധന്യാത്മാക്കളാകുന്നു. ഇത്തം, ഇപ്രകാരം, യദ്വാസുദേവേഖില ലോകനാഥേ, യത് വാസുദേവ അഖില ലോകനാഥേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യദ്വാസുദേവേ അഖില ലോകനാഥേ. യത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ, നിങ്ങളൊക്കെ ധന്യന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ വാസുദേവേ, വാസുദേവനിൽ, എങ്ങനെയുള്ള വാസുദേവൻ? അഖില ലോകനാഥേ, സർവലോകത്തിനും നാഥനായിട്ടുള്ള വാസുദേവനിൽ കുർവന്തി സർവാത്മകമാത്മഭാവം, കുർവന്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, സർവാത്മകമാത്മഭാവം, സർവാത്മകം ആത്മഭാവം, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെയുള്ളത്. സർവാത്മകം എന്ന് പറഞ്ഞാൽ എല്ലാ രൂപത്തിലുമുള്ള ആത്മഭാവം, മനോവൃത്തിയെ ചെയ്യുന്നു. കുർവന്തി. ന യത്ര ഭൂയഃ, ന എന്ന് പറഞ്ഞാൽ ഇല്ല, യത്ര എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ, ഭൂയഃ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നായിട്ട്, പരിവർത്ത ഉഗ്രഹ, ഉഗ്രഹ എന്ന് പറഞ്ഞാൽ ഘോരമായ, പരിവർത്തഹ പരിവർത്തനം അല്ലെങ്കിൽ ചുറ്റിത്തിരിയൽ ഉണ്ടാകുന്നില്ല. അതായത് ഇപ്പോൾ പൂർണ്ണമായും അഗ്നിയോട് ചേർന്ന ആ അഗ്നിയുടെ ശോഭയിൽ തന്നെ ശോഭിക്കുന്നവരാണ് നിങ്ങൾ. ആ ഭഗവത് മാർഗത്തെ നന്നായി അറിയുന്ന, സൃഷ്ടികർത്താവായിട്ടുള്ള, സർവലോകത്തിനും നാഥനായിട്ടുള്ള ഭഗവാനോട് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ ധന്യന്മാരാകുന്നു. ഇപ്രകാരം ഈ മനോവൃത്തിയെല്ലാം പല രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്ന മായയിൽ പെട്ടുകിടക്കുന്ന ഒന്നിനും തന്നെയും നിങ്ങളെ അല്പം പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ശോഭയിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ സാധ്യമല്ല. അഥവാ നിങ്ങൾക്കിനിയും ഒരു പരിവർത്തനം, ഒരു വീഴ്ച, ഈ മായയുടെ കരങ്ങളിലേക്ക് വീണ്ടും ഒരു വീഴ്ച ഉണ്ടാകുന്നില്ല. അഗ്നി ഏറ്റെടുത്ത ഒന്നിനെ അതിനെപ്പോലെ തന്നെ ശോഭിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ആ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞത് കൊണ്ട് തന്നെ അത്രമാത്രം ധന്യാത്മാക്കളായി മാറിയിരിക്കുന്നു. അഗ്നി വീണ്ടും ആ വസ്തുവിനെ അതേ രൂപത്തിൽ തിരികെ പുറത്തേക്ക് തരാത്തതുപോലെ നിങ്ങൾക്കിനിയും വീണ്ടും ഒരു പതനമുണ്ടാകുന്നില്ല. മായയുടെ പിടിയിൽപ്പെട്ട് ഈ സംസാര ചക്രത്തിൽ വീണ് ഉഴലുവാൻ നിങ്ങൾക്കിനിയും ഒരു പിറവിയുണ്ടാകുന്നില്ല, ഒരു പതനമുണ്ടാകുന്നില്ല. നിങ്ങൾ അത്രമാത്രം ഭഗവാനെ സദാ ആ ഭഗവത്പാദ പത്മങ്ങളിലെ ഗന്ധത്തെ സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, സദാ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലയോ ധന്യന്മാരായിട്ടുള്ള ശ്രീശുകാദി മഹർഷിമാരെ, ശൗനകാദി മഹർഷിമാരെ, നിങ്ങളെപ്പോലെ ഭക്തോത്തമരായിട്ടുള്ളവർക്ക് മാത്രമേ ആ ഭഗവത് തത്വത്തെ നന്നായി അറിയുവാൻ കഴിയുകയുള്ളൂ. സർവജ്ഞന്മാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പരമഭാഗ്യവാന്മാരുമാണ്. ഇവിടെ ആ ശൗനകാദി മഹർഷിമാരോട് പറയുന്നു, ഇങ്ങനെ സർവസന്താപങ്ങളെയും ഒന്നായി സംഹരിക്കുന്ന ആ ഒരു ഭക്തി ജനിക്കുവാൻ
കാരണമായിട്ടുള്ള ഈ ഭാഗവത കഥാ ശ്രവണത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായതിൽ നിങ്ങൾ അത്യന്തം ധന്യന്മാരാണ്. അതിലൂടെ ആ കഥ പറയുവാൻ സൂതനും ഒരവസരം വന്നിരിക്കുന്നു. അപ്പോൾ സജ്ജനങ്ങളോട് ചേരുമ്പോൾ അത്രമാത്രം മഹത്വമില്ലെങ്കിൽ പോലും മറ്റുള്ളവരും ആ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് പോലെ അഗ്നിയോട് ചേരുന്ന വസ്തുവിൻ്റെ മഹത്വമല്ല അതിനെ അഗ്നിയെപ്പോലെ തന്നെ ശോഭിപ്പിക്കുന്നത്, പിന്നെയോ അഗ്നിയുടെ മഹത്വമാണ്. തന്നിലേക്ക് ഏതു വസ്തു വന്നാലും, മഹത്വമുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ അത് അഗ്നി ഏറ്റെടുത്താൽ അത് അഗ്നിയെപ്പോലെ തന്നെ ശോഭിപ്പിക്കുന്നത് പോലെ ഇവിടെ മഹത്തുക്കളായിട്ടുള്ള ഈ ശൗനകാദി മഹർഷിമാർ അവരുടെ സാമീപ്യം കൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ആ ഒരു ശോഭ പകർന്നു നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഥേഹ ധന്യ ഭഗവന്തൈത്തം യദ്വാസുദേവേഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം ന യത്ര ഭൂയഃ പരിവർത്ത ഉഗ്രഹ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യദ്വാസുദേവേഖിലലോകനാഥേ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും യത് വാസുദേവേ അഖില ലോകനാഥേ ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നതെങ്കിലും പദം പിരിക്കണ്ട. യദ്വാസുദേവേ, അവിടെ ദ്വ എന്ന അക്ഷരം തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. അതുപോലെ യദ്വാസുദേവേഖില, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് സർവാത്മകമാത്മഭാവം, അവിടെ സർവാത്മകം ആത്മഭാവം, അതുകൊണ്ട് മായുടെ അകാരം നീട്ടിയെടുക്കുക. സർവാത്മകമാത്മഭാവം. പിന്നെ അടുത്തത് ഭൂയ ഉഗ്ര, ഇങ്ങനെയുള്ള രണ്ട് വാക്കുകളിലും വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക. നോക്കൂ, അവിടെയും പറഞ്ഞു ഉഗ്രഹ എന്നാ പറഞ്ഞ ഘോരമായ ഒരു പരിവർത്തനം. അതായത് ഈ മായയിൽപ്പെട്ട് കിടക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയൊരു ഉഗ്രമായിട്ടുള്ള ഒരു പരിവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, അതിൻ്റെ ആ ഒരു കരാള ദംഷ്ട്രത്തിൽ നിന്നും പിടിവിടിവിക്കുക എന്ന് പറയുന്നത് അതീവ ശ്രമകരമാണ്. അപ്പോൾ അങ്ങനെ ഒരു പതനം ഉണ്ടാകുന്നില്ല. ഭഗവാനെ നന്നായി ധ്യാനിക്കുവാൻ കഴിഞ്ഞാൽ, ഭഗവാൻ സേവയ്ക്ക് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുവാൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു പതനം ഉണ്ടാകുന്നില്ല. ആ പതനത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാഠിന്യമാണ് അവിടെ ഉഗ്ര എന്നൊരു വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 40ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.